രാവിലെ തന്നെ പൂക്കളിടാനുള്ള പൂവ് തേടി പോകട്ടോ ഞാനും നാത്തൂനും കൂടെ. പറയുന്നത് കേട്ടാൽ ഒന്ന് ഫുള്ള് പറിച്ചിട്ട് പോകാൻ ഇത് മാത്രമേ പറിച്ചെടുത്ത പൂവുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ വാങ്ങിച്ച പൂവായിരുന്നേ. ഇന്ന് ഏറ്റവും കൂടുതലുണ്ടായിരുന്ന മഞ്ഞ മല്ലികപ്പൂവായിരുന്നു കേട്ടോ. മഞ്ഞ മല്ലിക, ഓറഞ്ച് മല്ലിക, അലരിപ്പൂ, വാടാർ മല്ലി, പിന്നെ നല്ല റെഡ് കളർ റോസാപ്പൂവായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നല്ലൊരു ഡിസൈൻ സെറ്റ് ചെയ്തു. എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് എത്ര പൂവുണ്ട് ആ പൂവിന് അനുസരിച്ച് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ടാണ് അതൊക്കെ ചിന്തിച്ചത്. എന്തായാലും ഞങ്ങൾ ഫസ്റ്റ് തന്നെ മഞ്ഞ മല്ലികയിൽ നിന്ന് തുടങ്ങി. മഞ്ഞ മല്ലികയ്ക്ക് പിന്നെ നല്ല കോമ്പായിട്ട് വരുന്നത് റെഡ് റോസാപ്പൂവായിരുന്നു. അതും ഇതളാക്കിയിട്ട് അതിൻ്റെ ഇടയിലെല്ലാം വെച്ചെടുത്ത് ഡിസൈൻ ചെയ്തു. പിന്നെ ഓറഞ്ച് മല്ലിക ഇടണോ വാടാർ മല്ലി ഇടണോ എന്നായിരുന്നു സംശയം. അതിൽ വാടാർമല്ലിയും അലരിയും കുറവായതുകൊണ്ട് അത് മിക്സ് ചെയ്തിടാം, ഓറഞ്ച് മല്ലിക തന്നെ ഇടാച്ചു. അത് ഈ 3 ഐറ്റംസും കുറവായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താക്കി, അതേപോലെ തന്നെ ചെയ്തു. പിന്നെ ഓറഞ്ച് മല്ലിക വട്ടത്തിലിട്ട് കൊടുത്തു, ഇതളിൻ്റെ ചുറ്റും വട്ടത്തിലിട്ട് കൊടുത്തു. ഓറഞ്ച് മല്ലികയും റോസാ കൂടെ രണ്ടും ഡാർക്കായിരുന്നു. പക്ഷെ എന്നാലും വേറെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു കേട്ടോ. പിന്നെ അതിന് ചുറ്റും എന്താക്കി, ഞങ്ങൾ നേരത്തെ പറിച്ചെടുത്തില്ലേ, പറിക്കാൻ പോയ പൂവില്ലേ, ആ മഞ്ഞപ്പൂവും കൂടെ വെച്ചു. അതും മഞ്ഞയായിരുന്നേ. പിന്നെ ഞങ്ങൾ എന്താക്കി, വാടാർമല്ലിയും അലരിയും മിക്സ് ആക്കിയിട്ട് വട്ടത്തിലിട്ട് കൊടുത്തു. പിന്നെ മല്ലികപ്പൂവും ചുറ്റും വെച്ച് കൊടുത്തു. ഇത് മഞ്ഞ മല്ലികപ്പൂവും ചുറ്റും വെച്ച് കൊടുത്തു കേട്ടോ. അത് നല്ല കൂടുതലുണ്ടായത് കൊണ്ട് ഞങ്ങൾ നല്ല കട്ടിക്കിട്ടെടുത്ത് കുറച്ച് പരത്തിയെടുത്തു കേട്ടോ, വട്ടത്തിലങ്ങോട്ട്. ഇന്ന് മൊത്തത്തിലൊരു മഞ്ഞ കളറാട്ടോ പൂക്കളം. നമ്മൾ പൂവിനനുസരിച്ച് വേണം ഡിസൈൻ ചെയ്യാൻ എന്ന് ഞങ്ങൾക്കിതിന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ പൂക്കളം ഇതാക്കണേ. ഇന്നത്തെ പൂക്കളം ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പൂക്കളം ഇതാണേ.